സർവകലാശാലയ്ക്കെതിരെ കേസ് നടത്താൻ അനുവദിച്ച പണം കണ്ണൂർ സർവകലാശാല മുൻ വി.സി. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ തിരിച്ചടച്ചു. തുക അനുവദിച്ചത് ക്രമവിരുദ്ധമെന്ന ഓഡിറ്റ് റിപ്പോർട്ടിന് പിന്നാലെയാണ് 4 ലക്ഷം രൂപ തിരിച്ചടച്ചത്. വി.സി. നിയമനം റദ്ദാക്കിയതിനെതിരെയാണ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, 4 ലക്ഷം രൂപ ഏതായാലും തിരിച്ചടച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഇത് നേരത്തെ തന്നെ വിവാദമായ വിഷയമാണ്. കാരണം സർവകലാശാലയ്ക്കെതിരെ കേസ് നടത്തുന്നതിന് വേണ്ടി സർവകലാശാലയുടെ ഫണ്ടിൽ നിന്ന് തന്നെ 4 ലക്ഷം രൂപ മുൻ വി.സിക്ക് അനുവദിച്ചു എന്ന കാര്യം വിവാദമായതാണ് നേരത്തെ. ഏതായാലും ഇതിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ 2022 ഒക്ടോബർ 21 ഈ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ നിയമനം അസാധുവാണ് എന്ന ചാൻസലറുടെ ഉത്തരവിൽ അത് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. ഈ ഒരു സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ച് വി.സി. നിയമനം നടത്തുന്നതിന് പകരം ഒരു വ്യക്തിയുടെ മാത്രം പേര് നിർദ്ദേശിച്ച് അങ്ങനെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് എത്തിയ ആളുകളുടെ നിയമനം അസാധുവാകുമെന്നതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. അതനുസരിച്ച് കണ്ണൂർ സർവകലാശാല വി.സി. ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനും ആ സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വന്നു. ഈ ചാൻസലർ ഇക്കാര്യത്തിൽ ഈ വി.സിയോട് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ 24 2022 ഒക്ടോബർ 24 കത്ത് നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഇത് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യാനായിരുന്നു വി.സിയുടെ തീരുമാനം. അങ്ങനെ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ വി.സി. സമീപിക്കുകയാണ്. ആ കേസിൻ്റെ നടത്തിപ്പിന് വേണ്ടിയാണ് 4 ലക്ഷം രൂപ സർവകലാശാല തങ്ങളുടെ ഫണ്ടിൽ നിന്ന് നൽകിയത്. അതിനൊപ്പം തന്നെ ഈ കേസിൽ സർവകലാശാലയ്ക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകനും പണം നൽകുകയുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തത് ക്രമവിരുദ്ധമായാണ് ഇത്തരത്തിൽ സർവകലാശാലയ്ക്കെതിരെ കേസ് നടത്താൻ മുൻ വി.സിക്ക് പണം നൽകിയത് എന്ന് 2022-23 ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. ഈ പരാമർശത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും ഈ 4 ലക്ഷം രൂപ മുൻ വി.സി. തിരിച്ചടച്ചിരിക്കുന്നത്. വലിയ വിവാദമായതാണ്. കാരണം ഈ വി.സിയുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട കേസ് നടത്തിപ്പിന് 32 ലക്ഷത്തോളം രൂപയാണ് സർവകലാശാല ആകെ ചിലവാക്കിയത്. അതിൻ്റെ വിവരാവകാശ രേഖകൾ നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിൽ 4 ലക്ഷം രൂപയാണ് വി.സിക്ക് വേണ്ടി, അതായത് തങ്ങൾക്കെതിരെ കേസ് നടത്താൻ സർവകലാശാല തന്നെ വി.സിക്ക് പണം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ക്രമവിരുദ്ധമാണ് എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ പണം തിരിച്ചടച്ചു എന്ന കാര്യം ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിഖിൽ അളവൂറാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.